ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അറ്റകൈ പ്രയോഗം നടത്താനുള്ള BJP നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ. അവസാന ലാപ്പിൽ ഒരുപാട് പുറകിൽ പോയ BJPക്ക് തിരിച്ചു വരാൻ ചില പ്രചരണം ആവശ്യമായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളൊന്നും ഹരിയാനയിലെ ജനങ്ങളുടെ മുന്നിൽ ഏശിയില്ല. കാരണം BJP പറയുന്നതല്ല ശരിയെന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായി ഹരിയാനയിലെ ജനങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയതാണ്. മോദിയും അമിത്ഷായും നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഹരിയാനയിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP ഗാന്ധി കുടുംബത്തിൽ കയറി കളിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഭരണകാലത്ത് സർക്കാരിന്റെയും കർഷകരുടെയും ഭൂമി കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ മരുമകൻ, അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് ചെറിയ വിലക്ക് നൽകിയെന്ന വിചിത്രവാദമാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. ആ ആരോപണം BJP കേന്ദ്രങ്ങളിൽ നിന്നും വന്നയുടൻ തന്നെ അതിന് മറുപടിയുമായി ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെ രംഗത്തെത്തിയതോടെ ആരോപണം അഡപടലം പാളിപ്പോയി. കോൺഗ്രസ് ഭരണകാലത്ത് 1 ഇഞ്ച് സർക്കാർ ഭൂമി പോലും റോബർട്ട് വാദ്രയ്ക്ക് നൽകിയെന്ന് BJP തെളിയിച്ചാൽ താൻ രാഷ്ട്രീയം വിടുമെന്ന് ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറയുന്നുണ്ട്. ഭൂമിയുടെ വിശദാംശങ്ങൾ നൽകാൻ BJPയെ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനാണ് BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. റോബർട്ട് വാദ്രയ്ക്ക് 1 ഇഞ്ച് സർക്കാർ ഭൂമി പോലും കോൺഗ്രസ് നൽകിയിട്ടില്ല. മാത്രമല്ല, അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരണത്തിൽ ഇരുന്നിട്ടും അത് കണ്ടെത്തി നടപടിയെടുക്കാൻ എന്തുകൊണ്ട് BJPക്ക് സാധിച്ചില്ല എന്നുള്ള കൃത്യമായ ചോദ്യവും BJPക്കെതിരെയുണ്ട്. 2014 ഹരിയാനയിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുന്നത്. അപ്പോഴും മുൻ ഹൂഡ സർക്കാരിനെതിരായ ഭൂമി ഇടപാടിലെ ക്രമക്കേടുകൾ പാർട്ടി തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കിയിരുന്നു. 2014 ഹരിയാനയിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിയത്. അപ്പോഴും മുൻ ഹൂഡ സർക്കാരിനെതിരായ ഭൂമി ഇടപാടിലെ ക്രമക്കേടുകൾ BJP തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കിയിരുന്നു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP നേതാക്കൾ പ്രചരണ വേളയിൽ ഇത് സംബന്ധിച്ച ആരോപണം നടത്തുന്നത് നാണക്കേടാണ് എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രധാനമന്ത്രി മോദി അടക്കം ചില വേദിയിൽ റോബർട്ട് വാദ്രയെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് റോബർട്ട് വാദ്ര പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചതാണ്. സർക്കാർ കയ്യിലുള്ളപ്പോൾ ആരോപണം നടത്തിയ സമയം കളയാതെ അന്വേഷിച്ച് നടപടിയെടുക്കൂ എന്നതായിരുന്നു റോബർട്ട് വാദ്രയുടെ വെല്ലുവിളി. എന്നാൽ അത്തരത്തിലൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രമായി BJP ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ്. പക്ഷേ അത്തരം ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്നതാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.